ഞാൻ കണ്ടതാ. നിങ്ങളാ സണ്ണിയെ കൊന്നത്. നിങ്ങളാ സണ്ണിയെ കൊന്നത്. ഈ ലോക്കറ്റിന്റെ തെളിവ് വെച്ച് ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായ കണ്ണു മറച്ച് വിശ്വസിക്കുകയാണോ? ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായക്ക് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മായക്ക് എന്നെ കൊല്ലാം, എന്നെ പോലീസിൽ ഏൽപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോറി, ഐ എം സോറി. എനിക്ക് അയാൾ അറിയില്ല. എനിക്കറിയില്ല. ഇതുപോലൊരു ലോക്കറ്റ് അതിപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ഐ എം സോറി. ഷൂട്ട് മീ. എന്താ കൈ വിറയ്ക്കുന്ന? കൊല്ലെന്നെ. ഷൂട്ട് മീ. ശ്യാം, നീ എന്താ ഇങ്ങനെ? നീ ആരെയും കൊന്നിട്ടില്ല. സണ്ണിയെ കൊന്നത് നീയല്ല, നിന്റെ ഫ്രണ്ട്സും അല്ല. അതറിയാവുന്ന ഏക ദൃക്സാക്ഷിയ നീ കൊല്ലാൻ നടക്കുന്ന ഈ പെൺകുട്ടി. പക്ഷേ മാഷേ, ഞങ്ങൾ കാരണമാണ് സണ്ണി മരിച്ചത്. ഞങ്ങളാ കൊന്നത്. സണ്ണിയെ കൊന്നത് നിങ്ങളല്ല. ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ, നിങ്ങളല്ല. മാഷേ, ചെയ്യാത്ത കൊലക്കുറ്റത്തിൽ നിന്നും ചെയ്യാൻ പോകുന്ന കൊലക്കുറ്റത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഞാൻ ഇതുവരെ തീ തിന്നുകയായിരുന്നു. ഇപ്പോഴെനിക്ക് സമാധാനമായി. തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ എന്നെ മാഷ് വെറുക്കണം. എനിക്കൊരിക്കലും മാപ്പ് തരരുത്. ഞാൻ മാഷെ ചതിച്ചവനാ, തള്ളക്കഥ പറഞ്ഞ് വഞ്ചിച്ചവനാ, മാഷിനെ കൊല്ലാൻ അവസരം നോക്കി നടന്നവനാ. എനിക്കറിയാം, എനിക്ക് തന്നെ നല്ല പോലെ അറിയാം. അവനവനെ തന്നെ തെറ്റിദ്ധരിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ താൻ ഈ കാട്ടായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്കത് മനസ്സിലാകും. അതോർത്ത് താമസിക്കണ്ട. എന്റെ ഫ്രണ്ട്സ് 3 പേരും പോലീസ് കസ്റ്റഡിയിലായി. ഏത് നിമിഷം വേണമെങ്കിലും ഞാനും അകത്താവും. ആ ഗതികേട് കൊണ്ടാ മാഷെ ഞാൻ മാഷിന് നേരെ മാഷെ കൊല്ലാൻ. സാരമില്ല, കരയാതോ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മായയുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ കണ്ടുപിടിക്കും. അതിന് വഴിയുണ്ട്. സാർ, ഇത് ഞാനാണ് ശ്യാം. നീ എവിടാന്നറിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. എവിടുന്നാ നീ വിളിക്കുന്നത്? എസ്റ്റേറ്റ് നിന്ന് തന്നെയാ സാർ. ഒടുവിൽ ഞാനത് ചെയ്തു സാർ. വാട്ട്? അവളെ ഞാൻ കൊന്നു. ഐ കിൽഡ് ഹർ. ഇയാൾ ധൈര്യമായിട്ടിരിക്കും. ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അവിടെ എത്താം.
ശ്യാം, ശ്യാം, ശ്യാം. ശ്യാം. ഡിക് ക്രൂസ്, ആ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ യൂണിഫോമിനോട് സാറിനില്ലാത്ത ബഹുമാനവും ആദരവും എനിക്കുണ്ട്. ഇത് സാറിന്റെ ദേഹത്ത് കിടക്കുമ്പോ എന്റെ കൈ പൊങ്ങില്ല. അതുകൊണ്ട് സത്യം പറ, ആരാ സണ്ണിയെ കൊന്നത്? പറയാൻ, ആരാ സണ്ണിയെ കൊന്നത്? പറയാൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവിത്താനത്തച്ഛൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ മോനെന്ന് വിളിച്ചു. അന്ന് എനിക്കത് മതിയായിരുന്നു. ആ ഒരൊറ്റ വിളിയുടെ കരുത്തിലാണ് ഞാൻ ഇന്ന് വരെ ജീവിച്ചത്. പക്ഷേ ഇന്നെനിക്ക് നിങ്ങളെ വേണം. നിങ്ങളെ മാത്രം പോരാ, മരിച്ചുപോയ എൻ്റെ മമ്മിയെ വേണം. എനിക്കൊരു കുടുംബം വേണം. എൻ്റെ മകൻ എന്നെ പോലെ അനാഥനായിട്ട് വേദനിക്കരുത്. സണ്ണി, ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുമായി ഞാൻ നാട്ടിൽ വരും, എന്റെ വീട്ടിൽ വരും. സണ്ണി, എന്നെ അവഹേളിക്കരുത്. ഞാൻ നിന്റെ പേരിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു തരാം. എത്ര രൂപ വേണമെങ്കിലും നിന്റെ പേര് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ഡെപ്പോസിറ്റും ഫ്ലാറ്റും കറൻസിയും ഒന്നും വേണ്ട. ഐ നീഡ് മൈ എക്സിസ്റ്റൻസ്. എനിക്കൊരു മേൽവിലാസം വേണം. നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണറിയണം, അവളുടെ വീട്ടുകാരറിയണം, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അറിയണം. ഇത്രയും കാലം ഈ അപമാനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചു. ഇനി നിങ്ങൾ എന്നെ രക്ഷിക്കണം. നടക്കാത്ത കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എന്നെ അംഗീകരിച്ചേ പറ്റൂ. രഹസ്യമായിട്ട് അംഗീകരിച്ചല്ലോ. പരസ്യമായി വേണം. അത് നടക്കില്ല. നടക്കും. ഞാൻ എന്റെ പെണ്ണിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിൽ വരും, അവിടെ ജീവിക്കും. പേടിപ്പിക്കണോ? തീ കുരുത്തവനെ ഞാൻ. വെയിലത്ത് പാടില്ല. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി മാത്രം മരിച്ചവനെ പോലെ ജീവിച്ചവനാ ഞാൻ. അത് നിന്റെ തലയിലെടുത്താ. നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകടാ. കൊല്ലും ഞാൻ, കൊല്ലും ഞാൻ. എന്നെ ജനിപ്പിച്ച ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചാവാനോ? കൊല്ലും ഞാൻ, കൊല്ലും. നേരെ കത്തിയെടുക്കാറായി ഞാൻ വാങ്ങിയിട്ടുള്ള കത്തിയായത്. ഞാൻ
ഇങ്ങോട്ട് വരാൻ സണി. എന്റെ പെണ്ണിനെ കൊണ്ട് അവിടെ വെച്ച് തീരുമാനിക്കാൻ ആരും ജീവിച്ചിരിക്കണം. കൊല്ലും ഞാൻ. വാ. അവൻ പഠിച്ചു വെറ്റ സന്തതിയാ. അവൻ പെണ്ണിനെ കൂട്ടി എന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവള് പഠിച്ചിരിക്കണം. മനസ്സിലായോ? ഒന്നിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാൾ മതി. ഇതൊരു വാനിന്റെ കീ മാത്രമല്ല, നല്ലൊരു ചാൻസിന്റെ കീയും കൂടാ. അവൾക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ വേണം പൊക്കിക്കൊണ്ടുപോകാൻ. പൊയ്ക്കോ, പോയി നേരം വെളുക്കുന്നത് വരെ ആഘോഷിച്ചു. നീ അങ്ങനെ അങ്ങ് ചാവാൻ പാടില്ല. ചാവുന്നതിന് മുമ്പ് മനോഹരമായൊരു കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ പ്രേമിച്ച പെണ്ണിനെ ആണുങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നീ അത് കാണണം. കണ്ടേച്ച് ചത്താ മതി. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. സാറിനെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നീതി തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഇയാൾ സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്. നിങ്ങളോ നിങ്ങൾ പ്രതിയെന്ന് അവകാശപ്പെടുന്ന ഇയാളോ അല്ല എന്റെ പ്രശ്നം. ഇയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് എന്റെ ജോലിയല്ല. അതേസമയം അതുവരെ ഇയാൾ രക്ഷപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഐ വിൽ ഡു. May I come in, sir? യെസ്. സാർ, മിസ്റ്റർ ഡിക്രൂസിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ദാ. ആ പേപ്പേഴ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് ഡിക്രൂസിനെ റിലീസ് ചെയ്യൂ. സാർ, യു മേ ഗോ. താങ്ക് യു സാർ. നോ, ഞാൻ സമ്മതിക്കില്ല. വർഗീസ്, വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ്? ഡിക്രൂസ്. സാർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നിയമത്തിന് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിലൂടെ ആർക്കും രക്ഷപ്പെടാം. നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മളല്ല, നിങ്ങൾ ഹെൽപ്ലെസ് ആണ്. ക്ഷമിക്കണം സാർ. നീതി സംരക്ഷിക്കാൻ സാറ് യൂണിഫോം ഇട്ടിരിക്കുന്ന അങ്ങയുടെ ശരീരത്തിലാണ്. ഞാനിത് ഇട്ടിരിക്കുന്ന എന്റെ ആത്മാവിലാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഹെൽപ്ലെസ് അല്ല. നോ. മിസ്റ്റർ വർഗീസ്, നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. യു ഷുഡ് അക്സെപ്റ്റ് ദി റിയാലിറ്റി. ഈ നിയമം ആർക്ക് വേണ്ടിയാണ് സാർ? അതാരെയാണ് സംരക്ഷിക്കുന്നത്? ഐ വിൽ ഫൈറ്റ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. വെറ്റിലയും കിഴിപ്പണവും വെച്ച് ആചാരപ്രകാരം അംഗം കുറിച്ചിട്ടില്ലെങ്കിലും നാളെ ഞാൻ അംഗത്തട്ടിൽ കയറും. അതാണ് നമ്മുടെ പഴയ കോടതി. അവിടെ ആത്മാവും ശരീരവും ആയുധമാണ്. വാക്കുകൊണ്ടല്ല, അവിടെ ആയുധം കൊണ്ട് വാദിക്കണം. രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകളില്ല സാർ. ഒരൊറ്റ പഴുതേ ഉള്ളൂ, മരണം. അത് പഴുത് മാത്രമല്ല, വിധി കൂടിയാണ്. ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. വർഗീസ്, ലോ ആൻഡ് ഓർഡർ നിങ്ങൾ കയ്യിലെടുക്കരുത്. യു ഹാവ് നോ റൈറ്റ് ഫോർ ഇറ്റ്.